നമസ്കാരം. ചുരുങ്ങിയ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. വിജയാരവം 2K25 MEM ചേബി സ്കൂളില് 2025 അധ്യയന വർഷത്തില് LSS ലഭിച്ച 18 പ്രതിഭകൾക്കുള്ള അനുമോദന സദസ്സും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് ചടങ്ങിൽ സ്വാഗതം അറിയിച്ചത് നമ്മുടെ MEM ചേബി സ്കൂളിന്റെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ റാഫി സാറാണ്. നമ്മുടെ 2024-25 അധ്യയന വർഷത്തിൽ നമ്മളൊരു ചരിത്ര വിജയം തന്നെയാണ് നമ്മുടെ വിദ്യാലയം നേടിയത്. 25 കുട്ടികൾ LSS പരീക്ഷ എഴുതിയതിൽ 18 വിദ്യാർത്ഥികൾ അതിൽ സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ്. നമ്മൾ ഈ അനുമോദനം വൈകാനുണ്ടായ കാരണം 2 കുട്ടികൾ 2 മാർക്കിനാണ് നമുക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടത്. അവരെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ, അവർക്ക് ചിലപ്പോൾ കിട്ടിയാൽ 20 എന്നുള്ള എണ്ണത്തിലേക്ക് നമുക്ക് എത്താലോ എന്നൊക്കെ കരുതിക്കൊണ്ടാണ് ഈ അനുമോദനം കുറച്ച് ലേറ്റ് ആയത്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പോഴും വന്നില്ല. ഗവൺമെന്റ് റീവാലുവേഷൻ ഒക്കെ നടത്തി ഒക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒന്നും അറിയില്ല. എന്തായാലും നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വടകര സബ് ജില്ലയിൽ ഏറ്റവും ഉന്നതമായ ഒരു വിജയമാണ് നമ്മുടെ വിദ്യാലയം നേടിയിട്ടുള്ളത്. ഇത് വിദ്യാലയത്തിന്റെ ഒരു ഏറ്റവും അക്കാദമികപരമായ ഒരു നേട്ടം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ അക്കാദമികമായ അല്ലെങ്കിൽ പഠനപരമായിട്ടുള്ള ഔന്നത്യത്തിൽ എത്തുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾ, അധ്യാപകര്, രക്ഷിതാക്കള്, മാനേജ്മെന്റ് ഇതൊക്കെ കൂട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായി നമ്മളൊരു നല്ല നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമ്മുടെ ഒരു ഈ അനുമോദന ചടങ്ങ്. ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് അനീസ് P അവர்களுം. പ്രശസ്ത പ്രഭാഷക മോട്ടിവേറ്ററുമായ VK സുരേഷ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നാം ഓരോരുത്തരും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ MI സഭ മാനേജർ NP അബ്ദുള്ള ഹാജി. 1947 മുമ്പ് ബ്രിട്ടീഷുകാരോട് പിണക്കമായിക്കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായി സമരം ചെയ്തു. ആ സമരത്തിന്റെ പ്രത്യാഘാതമായി ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നുള്ള ഒരു രൂപത്തിൽ മുസ്ലിം സമൂഹം എത്തി. ആ എത്തലിൽ നിന്ന് നമ്മുടെ മുസ്ലിം യുവത ഏറെ മുന്നിലെത്താൻ കാരണം നമ്മുടെ പൂർവസൂരികളായ പിതാമഹന്മാർ ഇത് പാടില്ല, ഇത് വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ MI സഭ എന്ന പ്രസ്ഥാനം വടകരയിൽ സ്ഥാപിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ പറയുന്നത് രക്ഷാകർത്താക്കന്മാരുടെ യോഗത്തിൽ ഇതിന് പങ്കെടുത്തത് മുഴുവൻ പെൺകുട്ടികൾ അല്ല, മുഴുവൻ പെണ്ണുങ്ങൾ. ആകെന്ന് പറയുന്ന എന്റെ ജോലിയില്ലാത്ത മാറ്റി ആണുങ്ങളായി. അപ്പോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പുരുഷന്മാരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ, അവരുടെ വിജയത്തിന്റെ പാതയിൽ അവരെ മുന്നോട്ട് നയിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ് സാധിക്കുന്നത്. ആ സാധന നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ കുട്ടികൾ പുതിയ പുതിയ സ്വപ്നങ്ങളുമായി നമ്മിൽ കൂടുതൽ ഉയരത്തിലെത്താൻ നല്ല നല്ല സ്വപ്നങ്ങൾ കാണട്ടെ. ആ സ്വപ്നങ്ങൾക്ക് നിങ്ങളെ പിഴഞ്ഞുതടിയാകാതെ ആ സ്വപ്നങ്ങളുടെ കൂടെ പറക്കാൻ അവരെ സഹായിക്കാനുള്ള അവർ രക്ഷാകർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ കടമ. ആ നിലയിൽ നിങ്ങൾക്കൊക്കെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലും ഭാവിയിൽ
നമ്മുടെ കുട്ടികളെ ഉയരത്തിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇത് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട MMKBയുടെ പ്രധാന അധ്യാപകൻ സാർ, പിന്നെ MM ഹൈസ്കൂൾ മാനേജ്മെന്റിനെ ഈ കർത്തവ്യങ്ങൾക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം വായിച്ചത് MM ഹൈസ്കൂളിന്റെ MM JBയുടെ MM-ന്റെ ബാക്കി LS-ന്റെ അധ്യാപകന്മാർ തന്നെയാണ്. അവരെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് മുമ്പോട്ട് പോകുന്നത്. അവരിൽ നിന്ന് അതിന് കണക്കായ പ്രതിഫലം എന്ന് പറഞ്ഞ കാശൊന്നും എന്തുണ്ടോ, അവരിൽ നിന്ന് അതിന് കണക്കായ പ്രതിഫലം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അറിവിലേക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അധ്യാപകന്മാരോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ജയ് Thank you, sir, and thank you, sir. Thank you, sir. Thank you. കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് സ്കോളർഷിപ്പ്. മനസ്സിലായോ? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന പൈസയല്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ പണ്ഡിതനാവാൻ, ഈ രാജ്യത്തെ മനുഷ്യരെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗംഭീര പണ്ഡിതന്മാരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തരുന്നത്. അങ്ങനെ ഇത്രയും ചെറിയൊരു സ്കൂളിൽ അത്രയും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം ഉണ്ടാക്കുന്നതിന് പ്രേരണ കൊടുത്ത നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറെയും, അതുപോലെ ഈ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങിയ മുഴുവൻ കുട്ടികളെയും, അവരെ പഠിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുത്ത രക്ഷിതാക്കളെയും എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. Thank you, Shanna. Thank you, Rashida and sir. നമ്മുടെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചത് നമ്മുടെ MI സബാസ് ജനറൽ സെക്രട്ടറി വി ഫൈസൽ കെയും, അതേപോലെ തന്നെ സ്റ്റാഫ് പ്രതിനിധികളായ ആയിഷ ടീച്ചർ, തഫ്സിന ടീച്ചർ അവர்களுമാണ്. നമ്മുടെ സ്കൂളിന്റെ മദർ PTA ചെയർപേഴ്സണായ സമീച്ചയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ ഷംല ടീച്ചർ നന്ദിയും പറഞ്ഞു. സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. എന്ത് പറയണം, എത്രത്തോളം പറയണം എന്നെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാല്. അതിനുള്ള ഒരു നല്ലൊരു വേദിയായിട്ടാണ് ഞാൻ ഇന്ന് ഇതിനെ കണ്ടത്. നമുക്ക് നമ്മുടെ 18 പ്രതിഭകളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ സമയം പോയതറിയാതെ കേട്ടിരിക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ധാർമ്മിക മൂല്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ക്ലാസ് ഇന്ന് എടുക്കാനെത്തിയ നമ്മുടെ